നമസ്കാരം. ഞാൻ ഇന്ന് തിരിയുന്ന സാധാരണ മാഷത്താണ്. നമസ്കാരം ജസീൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന മാഷ കാര്യങ്ങളാണ്. എനിക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ മാഷ നാട്ടുകാരനാണ്, മുൻപരിചയമൊക്കെ ഉള്ള ആളാണ്. എന്നാൽ മാഷ കാര്യങ്ങൾ എന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ മാഷ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പൊ മാഷ കാര്യങ്ങൾ മാഷ് എന്ന് പറയും. മാഷ്, ഞാൻ ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യമാണ് ജസീലിനോട് പറയേണ്ടത് അല്ലേ? ഞാൻ മാത്സ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അതാണെന്ന് തോന്നുന്നു ജസീൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. ഇത് ഈ വേദഗണിതം എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ പാരമ്പര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4ാമത്തെ വേദമുണ്ട്, ഋഗ്വേദസ്, സാമം, അഥർവം. ഈ അഥർവ വേദത്തിലുള്ള ഒരു ഭാഗമാണ് വേദഗണിതം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ കുറച്ച് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതിനകത്ത് കുറച്ച് ലേണിംഗ് ട്രിക്സ്, മെമ്മറി ട്രിക്സ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കുട്ടികളെ ഇങ്ങനെ വലിയ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നത്. അപ്പം ഞാൻ നിലവിൽ 20 ഗ്രൂപ്പ് ക്ലാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിൽ 20 മുതൽ 30 കുട്ടികൾ മാത്രമേ ഉൾക്കൊള്ളിക്കാറുള്ളൂ. എന്നാൽ മാത്രമേ ഇൻഡിവിജ്വൽ കെയർ കിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ്. അത് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനിൽ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനിൽ മിക്കവാറും ഒക്കെ 1 കുട്ടി 2 കുട്ടി അങ്ങനെയൊക്കെയാണ് വരുന്നത്. മറ്റുള്ളത് ഗ്രൂപ്പിൽ ചെയ്യുന്നത് 20-30 കുട്ടികൾ. അത് കേരളത്തിലുള്ളതുണ്ട്, കേരളത്തിന് പുറത്തുള്ളതുണ്ട്, ബാംഗ്ലൂരിലുള്ള കുട്ടികളുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ള കുട്ടികളുണ്ട്. അതെല്ലാം ഓൺലൈനിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ ശരിക്കും ഗിഫ്റ്റഡ് ആയിട്ടില്ല. ആ കുട്ടികൾ എൻ്റെ അടുത്ത് ചേരുന്ന സമയത്ത് മാത്സിൽ അവർ ഒന്നുമല്ല, 0 കിട്ടിയൊക്കെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഈ കുട്ടിയിൽ ശരിക്കും ഒരു മാത്സ് ടാലൻ്റ് ഉണ്ട്, ഇതുവരെ ആരും കാണാണ്ടായിപ്പോയതാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ 60 മണിക്കൂർ സെഷൻ കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഇവിടെ ഓഫ്ലൈനിൽ തന്നെ വീട്ടിൽ വിളിക്കുകയും ശനിയാഴ്ചകളിൽ അവർക്ക് ലോങ് ടൈം നല്ല ട്രെയിനിങ് കൊടുക്കും. അങ്ങനെയുള്ള ചില കുട്ടികളാണ്, ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ, 2ാം ക്ലാസ്സിൽ, 3ാം ക്ലാസ്സിൽ, 5ാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികളാണ് നാഷണൽ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 5ാം ക്ലാസ്സുകാരൻ, ഒരു 2ാം ക്ലാസ്സുകാരൻ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു പെർഫോമൻസ് സ്ക്വയർ റൂട്ട് കാണലാണ്, 7 ഡിജിറ്റിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്ന ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും ബ്ലെസ്സഡ് ആയിട്ടാണെന്ന് തോന്നുന്ന കുട്ടികൾ പിന്നെ അവരെൻ്റെ കുട്ടികളായി. അവരെ വളർത്തിയെടുക്കൽ പിന്നെ എൻ്റെ ഒരു വല്ലാത്ത പാഷനാണ്. അവരെ പാരൻസിനോട് ഞാൻ പറയും, നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ടാലൻറ്റഡ് ആണ്, ഞാൻ കാണിച്ചു തരാം, റിസൾട്ട് കാണിച്ചു തരാം. പിന്നെ അങ്ങനെയുള്ള കുട്ടികളുടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അതെ, അങ്ങനെയുള്ള കുട്ടികളുടെയാണ്. അത് എല്ലാ ബാച്ചിലും, മിക്കവാറും എല്ലാ ബാച്ചിലും ഒക്കെ അങ്ങനത്തെ കുട്ടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില കുട്ടികൾ, തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ രക്ഷിതാവിനോട് ഞാൻ പറഞ്ഞു, ഇവൻ നല്ല മിട്ടുമിട്ടുക്കനാണ്, ഞാൻ അവിടെ വന്നിട്ട് ഇവൻ്റെ ഒരു വീഡിയോ ചെയ്തോട്ടെ. അപ്പോൾ അവർക്കത് താല്പര്യം ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊന്നും ഞങ്ങളുടെ മാഷ്ക്ക് ഇതുവഴി സോഷ്യൽ മീഡിയ ഇൻകം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടില്ല. സത്യം. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ, ബ്ലോഗേഴ്സ്, നോക്കുന്നത് മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയ ഇൻകം. പക്ഷെ ഇന്നും സാധാരണ മാഷ ഞാൻ കണ്ടെടുത്തോളം സാധാരണ മാഷക്ക് എങ്ങനെ യൂട്യൂബ് വഴി വരുമാനം കിട്ടുമെന്നോ ഫേസ്ബുക്ക് വഴി എങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങളൊന്നും സാധാരണ മാഷക്ക് അറിയില്ല എന്നുള്ള കാര്യം എനിക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ സാധാരണ മാഷ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ടീം വർക്കായി ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ മാഷ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, മാഷ എപ്പോഴാണ് ഓൺലൈനിലേക്ക് തെരഞ്ഞെടുത്തത്, ഓൺലൈൻ ഫീൽഡ് ചെയ്യാം? ഈ വേദഗണിതം ഞാൻ പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താ അറിയാം? ഞാൻ 2014 കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കോഴിക്കോടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി 1 വർഷം അവിടുത്തെ PGD MLD എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠന പിന്നോക്കം നിൽക്കുന്ന, പഠന വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് 100-ലധികം കുട്ടികളെ, ഈ പിന്നോക്കമുള്ള കുട്ടികളെ മുന്നോക്കം എത്തിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം തന്നെ ഞാൻ SAP എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. SAP, അഡീഷണൽ സ്കിൽ ഇക്വസിഷൻ പ്രോഗ്രാം ആയിട്ട്, അതിൻ്റെ SDE 2020 വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. 2019 കോവിഡ് വന്നപ്പോൾ SAP നിന്നു. സ്കൂൾ തലത്തിൽ, ഹയർ സെക്കൻഡറി തലത്തിൽ പിന്നെ നടക്കുന്നില്ല.
പിന്നെ ഞങ്ങളോട് എന്നെ പോലെയുള്ള ഏജായ ആൾക്കാർക്ക് എന്താ പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്ന, എനിക്ക് പുറത്തിറങ്ങിക്കൂടാ, ആരോടും കാണാനില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ തന്നെ ബുക്ക് ഷെൽഫ് തപ്പിയപ്പോൾ പണ്ട് എപ്പോഴോ ഞാൻ ഏതോ കാലത്ത് വാങ്ങി വെച്ചിട്ടുള്ള ഒരു 2 വേദഗണിതത്തിൻ്റെ പുസ്തകങ്ങളുണ്ടായിരുന്നു. അത് വെച്ച് പഠിക്കാൻ തുടങ്ങി. ഒന്ന് ലീലാവതിയാണ്. അപ്പോൾ ആദ്യം കുറച്ച് നാളത്തേക്കൊക്കെ എനിക്ക് ആവില്ല, ഇതെന്നെ കൊണ്ട് താങ്ങില്ല എന്നുള്ള നിലയിൽ ഞാൻ വീണ്ടും മടക്കി വെക്കും, വീണ്ടും എടുക്കും, അങ്ങനെ കുറേ തവണ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ ഒരു ക്രേസായി. ശരിക്കും ഞാനൊരു 3000 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് ഞാൻ 30 മണിക്കൂർ എന്നുള്ള സെഷനാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. 30 കുട്ടികൾ 30 മണിക്കൂറിൻ്റെ. അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, എല്ലാ കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ കുട്ടിയുടെ മാത്സ് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കുട്ടികൾ ഇപ്പോൾ വല്ലാണ്ട് മാറിയിരിക്കുന്നു എന്ന് ആ പാരൻസ് പറയുണ്ടായി. മാത്രമല്ല എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതിന്റെ അകത്ത് നിന്ന് ഒരു ഇൻകം കണ്ടുകൊണ്ടോ ബിസിനസ് സാധ്യത കണ്ടുകൊണ്ടോ? അത് 2 തരത്തിലുണ്ട് ജിസിയിലെ. ഒന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഗ്രൂപ്പായിട്ട് ഓൺലൈനിൽ ക്ലാസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ നിന്ന് ഒരു നോമിനൽ എമൗണ്ട് വാങ്ങാറുണ്ട്. എല്ലാ കുട്ടികളുടെ നിന്ന് വാങ്ങാറില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പുറത്ത് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാരണം ഈ വന്ന കുട്ടികൾ ഒരു 30 ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ വീട്ടിൽ എനിക്ക് ഒരു ഇത്ര ചെറിയ ഫീസ് പോലും തരാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി എൻ്റെതായി. അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ എല്ലാ ബാച്ചിലും 3-4 കുട്ടികൾ ആ നിലക്കുള്ളത് ഉണ്ടാവാറുണ്ട്. അത് ഞാൻ നോക്കാറില്ല. പിന്നെ ഫീസ് കുറച്ച് തരാൻ കഴിയുന്ന പേരൻസ് ആണെങ്കിൽ അവർ തരട്ടെ, അവരെ കുട്ടികളെ പഠനത്തിന് വേണ്ടിയുള്ള നല്ല നിലക്കാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചില ക്ലബ്ബുകളിലൊക്കെ അവർ കുട്ടികളെ ഒരുക്കി തന്നാൽ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കാറുണ്ട്, സൗജന്യം. അത് സൊസൈറ്റിയോട് നമുക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ ചില പേരൻസ് എന്നോട് പറയുന്നത്, എൻ്റെ കുട്ടീനും സ്വന്തം 1-on-1 ഒരു കുട്ടീനെ മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ 2 കുട്ടികൾ ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഞാൻ ഫീസ് വാങ്ങാണ്ട് ഇത് ലോങ് ടേമിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടികളുടെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങും. അപ്പോൾ അവർ പേരൻസ് റെഡിയാണ്, അവർക്ക് ഫീസ് ഒരു പ്രശ്നമല്ല. കുട്ടിയിലൊരു ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി 2 മാർക്കൊക്കെ കിട്ടിയ കുട്ടി ഇപ്പോൾ 20ൽ ക്ലാസ് ടെസ്റ്റ് നടത്തുമ്പോൾ 18-19 മാർക്കൊക്കെ കിട്ടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പേരൻസിന് അത് പ്രശ്നമല്ല. അപ്പോൾ ഒരു കുട്ടീനെ മാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് അത് പേരൻസിൻ്റെ താല്പര്യമാണ്. ഞാൻ അവരോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രൂപ്പിൽ ചേർത്തോളൂ. പക്ഷെ ഗ്രൂപ്പിലാവുമ്പോൾ ഇപ്പം നിലവിൽ ഞാൻ 5, 6, 7, 8, 9, 10 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കാണ്. അത് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം എഴുതാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചോദിക്കുകയാണ്. മാത്സ് കൂടുതൽ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇല്ല, കാരണം ഈ മാത്സിലാണ് PSC കോച്ചിങ്ങിന് പോകുന്ന ഏകദേശം എൻ്റെ അറിവിൽ 65% കുട്ടികളുടെ മാർക്ക് കട്ട് ഓഫ് മാർക്ക് കടക്കാൻ പറ്റാത്തതിന്റെ കാരണം ഒന്നാമത്തത് മാത്സ് അറിയില്ല. അതാണ് നമ്മൾ കറക്കി കുത്തിയിട്ടാണ് PSC എക്സാം എഴുതാം. തീർച്ചയായിട്ടും. അത് PSC കോച്ചിങ്ങിൽ ഞാൻ ഇതുവരെ മാത്സ് പഠിപ്പിക്കുന്നതിന് ഒരു PSC കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടില്ല. പക്ഷെ എനിക്കറിയാം, ഇപ്പോൾ ഈ കോച്ചിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ മാത്സ് പരീക്ഷയ്ക്ക് കുട്ടികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സ്ക്വയർ റൂട്ട് കാണുക, ക്യൂബ് റൂട്ട് കാണുക, പിന്നെ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് 5 seconds ആണ് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക. ഒരു സ്ക്വയർ റൂട്ട് കാണുന്നതിന് അല്ലെങ്കിൽ ഒരു ക്യൂബ് റൂട്ട് കാണുന്നതിന് 5 seconds ആണ് ഇവർക്ക് ഇതിനാവശ്യമായിട്ടുള്ള സമയം. പക്ഷെ ഇത് പഠിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് 10-15 മിനിറ്റൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. ചിലത് കാരണം മാത്സ് മാഷ്ക്കറിയാം നമ്മൾ ചെയ്ത് പഠിക്കേണ്ട സാധനം. അതെ. ജസിൽ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ കാര്യം കേൾക്കട്ടെ. ഓഫ്ലൈൻ ക്ലാസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയാം, ഓൺലൈൻ ക്ലാസ് ചെയ്യുന്ന സമയത്തും ഞാനും എൻ്റെ സ്ക്രീനും കുട്ടികളും മാത്രമാണ് ഉണ്ടാവുക. പിന്നെ എൻ്റെ ഒരു മൊഡ്യൂളുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നു എന്നുള്ളൊരു ബുക്ക് രൂപത്തിൽ ഞാൻ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3000 മണിക്കൂർ പഠിച്ചിട്ട് അതിൽ നിന്ന് ഒരു 60 മണിക്കൂർ നേരത്തേക്ക് കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു മൊഡ്യൂൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു കോപ്പി കൊടുക്കും. ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വേദഗണിതം അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ബുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ കൊടുത്ത് ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു വേസ്റ്റാണ്, ചതിയാണ്.
അതുകൊണ്ട് ഞാൻ അത് കൊടുക്കാത്തത്. പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ അതിനകത്ത് വെറും കുറേ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 2, 3, 4, 5 ആണ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ ബാക്കി ബുക്കിനകത്ത് 100 എക്സാമ്പിൾസ് ഉണ്ട്. അത് മുഴുവൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ കുട്ടികൾ മാത്സിൽ സൂപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ ഇടയിൽ ആൻസർ അല്ലാത്ത വേറൊന്നും ചെയ്യാൻ പാടില്ല. വേറെ പേനയോ പേപ്പറോ ഒന്നും റഫ് വർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ഓഫ്ലൈൻ ക്ലാസ് നടത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ക്ലബിൽ ചെയ്യുമ്പോൾ കുട്ടികൾ കൈയും വീശി വന്നോളൂ. ഇത് പഠിക്കാൻ ഇപ്പൊ എന്നെ പോലെ എനിക്ക് 24 വയസ്സായി. 24 വയസ്സിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ മാഷ കൂടെ വന്നിട്ട് എന്റെ പ്രൊഫഷണൽ ആവശ്യാർത്ഥം എനിക്ക് മാത്സ് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ മാഷ എന്നെ പഠിപ്പിക്കും, എല്ലാം നിനക്ക് വയസ്സായിട്ടുണ്ട്, നിന്റെ പ്രായം കഴിഞ്ഞിട്ടുണ്ട്, മോൻ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് പറയാം. എന്ത് ചെയ്യും? ഞാനിത് സോഷ്യൽ മീഡിയയിലാണ് ഞാൻ 62ാമത്തെ വയസ്സിലാണ് ഇത് പഠിച്ചത്. ഞാൻ ബേസിക് ആയിട്ട് ഫിസിക്സ് ടീച്ചറായിരുന്നു. ആദ്യം ഞാൻ ഫിസിക്സ് HSC ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു 26 വർഷം ഫിസിക്സ് HSC ആയിട്ട് തന്നെയാണ് ജോലി ചെയ്തത്. ഫിസിക്സിൽ മാത്സ് ഉണ്ട്, മാത്സും ഫിസിക്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇംഗ്ലീഷിലേക്ക് എൻ്റെ പഠിപ്പ് മാറ്റി. പഠിപ്പും പഠനമൊക്കെ ബാംഗ്ലൂരിൽ RIയിലൊക്കെ പോയി ട്രെയിനിങ്ങിൽ കഴിഞ്ഞ് വന്നു. പിന്നെ ഒരു 5-10 കൊല്ലത്തോളം LTIF എന്ന് പറയുന്ന ഒരു സംഘടനേൻ്റെ കൂടെയൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേദഗണിതം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ബേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വീട്ടിൽ ഇങ്ങനെ കോവിഡ് വന്ന് ഒറ്റപ്പെട്ടു പോയത് കൊണ്ട് മാത്രം ഞാൻ തനിച്ച് പഠിച്ച, വേറൊരാൾ പറയാനില്ലാണ്ട്. കോവിഡ് കാലത്ത് ജീവിതം രക്ഷപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പോലും സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ വന്നിരുന്ന് പണിയെടുക്കാന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന കോവിഡ് കാലത്ത്. കാരണം കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യും, നാളെ എങ്ങനെ ജീവിക്കുമെന്ന് ചെയ്യാം. അപ്പോഴും ജസീലിനുള്ള വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ജസീലിന്റെ സ്ഥാപനവും അല്ല ഓൺലൈനിലാണ്. ജസീലിന് ഓഫ്ലൈനിൽ ഒരു പരിപാടിയില്ല. ജസീലിന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നത് കോവിഡ് ടൈമിലാണ്. ജസീൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ അതിനെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാനാവുന്നതാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ആ നെഗറ്റീവിന്റെ പിന്നാലെ പോയി നമ്മൾ നശിച്ചു പോകാനല്ല. അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നപ്പോൾ ഞാൻ ആ ഒരു ലെഷർ ടൈമിനെ അല്ലെങ്കിൽ ലേസി ടൈമിനെ പോസിറ്റീവാക്കി മാറ്റി. ഇപ്പം ഞാൻ കാരണം എനിക്കും സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സാമ്പത്തികമുണ്ട്. ഞാൻ കാരണം ഒരുപാട് കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന പല കുട്ടികളും ഇതിനെ വല്ലാതെ അങ്ങ് എംബ്രേസ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 2ാം ക്ലാസ്സുകാരൻ്റെ 7 ഡിജിറ്റിൻ്റെ സ്ക്വയർ റൂട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഈവൻ ശകുന്തള ദേവി പോലും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് 7 ഡിജിറ്റിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്നുള്ളത്. ഈ 2ാം ക്ലാസ്സുകാരൻ കഴിഞ്ഞ വർഷം നിർമ്മലഗിരി കോളേജിൽ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അവരുടെ മുമ്പിൽ ചെയ്ത് അതിപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി. അതുപോലെ വേറെ കുറേ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഡിജിറ്റ് മെൻ്റൽ മൾട്ടിപ്ലിക്കേഷൻ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും മെൻ്റൽ അത് എങ്ങനെ എഴുതി കൊടുത്താൽ മതി. ബോർഡിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ട് ഞാൻ അതാണ് ട്രെയിൻ ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ വന്ന് 5 ഡിജിറ്റ് എഴുതി, വേറെ ഒരു 5 ഡിജിറ്റ് എഴുതി, അതിൻ്റെ ആൻസർ വന്നു എന്ന് പറയും. അപ്പോൾ അവർ കുട്ടികൾ ആ സ്ക്രീനിൽ മാത്രം നോക്കി പേന തൊടരുത്, പെൻസിൽ തൊടരുത്. അത് ചെയ്ത് കഴിയുമ്പോഴേക്ക് അവിടെ അതിൻ്റെ ആൻസറിൽ എത്തിക്കുന്നതിന് ആ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ശരിക്കും വേദഗണിതത്തിൻ്റെതാണ്. പക്ഷേ കുട്ടികൾ ഇതിങ്ങനെ ഓർത്തിട്ട് പെന്നും പെൻസിലും എടുക്കാണ്ട് വേദിക് മാത്സ് പറയുന്നില്ല. പക്ഷെ ഞാൻ കുട്ടികളെ സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്സിലെ? ഞാൻ ഈ വേദഗണിതം പഠിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു 2000-3000 മണിക്കൂറോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്വയം ചിന്തിച്ച്, ഞാനിതിങ്ങനെ എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു നോളജ് വേസ്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വേദഗണിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിനകത്തേക്ക് ഉപയോഗപ്പെടും. 103 പേജുള്ള ഒരു മൊഡ്യൂൾ. ഇനി ബുക്ക് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മൊഡ്യൂൾ എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ഇതിനകത്ത് എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, പിന്നെ ലോങ് ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 5 ഡിജിറ്റ് മെൻ്റൽ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കും.
ഞാൻ അത്രയാണ് പഠിപ്പിക്കുക. പക്ഷേ അതിന് ശേഷം കുട്ടികൾ ആവേശം ഉൾക്കൊണ്ടിട്ട് 15 ഡിജിറ്റ് 15 ഡിജിറ്റ് ഒക്കെ ചെയ്ത കുട്ടികളുണ്ട്. ഇതിനെ കൊണ്ടുവരുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് മാത്സ് മാത്രമല്ല, മാത്സിനോട് അത്രയേറെ ക്രേസ് കൂടും, ഇൻട്രസ്റ്റഡ് ആവും. പകരം മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിന് കൂടി കുട്ടികൾക്ക് മെമ്മറി അങ്ങോട്ട് ഷൂട്ട് ചെയ്യണം. അവരുടെ കോൺഫിഡൻസ് കൂടുകയും പിന്നെ സെൽഫ് എസ്റ്റീം എന്നാണ് പറയുന്നത്. അങ്ങനെ കുട്ടികൾ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ വെറുതെ സങ്കല്പിച്ച് പറയുന്നതല്ല. കുറേ കുട്ടികളുടെ എക്സാമ്പിൾസ് നിങ്ങൾ ചിലർ ഫേസ്ബുക്കിലും ഒക്കെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇതിൽ ഒരു 60 അവർ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ, ഈ മൊഡ്യൂൾ പഠിപ്പിക്കുന്നതിന് ആവശ്യമായ സമയം 60 മണിക്കൂറാണ്. ഈ 60 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് IMO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷയുണ്ട്, ഇൻ്റർനാഷണൽ മാത്സ് ഒളിമ്പ്യാഡ് എന്നുള്ളതാണ്. അത് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ മാത്രമാണ് എഴുതാവുന്നത്. 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇൻ്റർനാഷണൽ മത്സരത്തിലാണ് പങ്കെടുക്കേണ്ടത്. അതിനാദ്യം അവർ ഇന്ത്യയിലുള്ള ഒരു പരീക്ഷ എഴുതി അതിൻ്റെ അകത്തുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ അങ്ങനെയുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ കുട്ടികളെ കുറേ പേരെ അതും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. IMO പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് വളരെ വളരെ നിലവാരം കൂടിയ ചോദ്യങ്ങളാണുള്ളത്. നമ്മൾ സാധാരണ ക്ലാസ്സിൽ കൊടുക്കുന്നത് മാതിരിയുള്ള ചെറിയ ജസ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതൊന്നല്ല. കുട്ടികൾ ഒരുപാട് ചിന്തിച്ച് അതിനകത്ത് ഒരേ ചോദ്യത്തിൽ തന്നെ എഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സ്ക്വയറും അങ്ങനെയൊക്കെ പാടി ചേർത്തിട്ടുള്ളതായിരിക്കും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ്. അത് പഠിക്കുമ്പോഴാണ് കുട്ടികളെ. ഞാൻ അവിടെയാണ് ഈ മാഷോട് കാര്യം ചോദിക്കാനുള്ളത്. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് UK എന്നൊരു ക്ലയന്റ് വിളിക്കാം, അപ്പോൾ ആ ഒരു കുട്ടീനെ മാഷ് ഏത് രീതിയിൽ പഠിപ്പിക്കും? തീർച്ചയായും എനിക്ക് ഓൺലൈനിൽ ഗൂഗിൾ മീറ്റ് ആണോ? ഗൂഗിൾ മീറ്റ്. ഇപ്പൊ നിലവിൽ എനിക്ക് സിംഗപ്പൂരിലുള്ള ഒരു കുട്ടിയുണ്ട്, ഓസ്ട്രേലിയയിലുള്ള 2 കുട്ടികളുണ്ട്, ബാംഗ്ലൂരിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ പുറമെ അതെല്ലാം സിംഗിൾ ആണ്, 1-on-1. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി പുറമേയുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഗ്രൂപ്പിലാണ് ചെയ്യണമെങ്കിൽ അപ്പോഴും വിഷമമൊന്നുമില്ല. ഒരു 20-30 കുട്ടികളുള്ള ഗ്രൂപ്പിന് വേണമെങ്കിലും ചെയ്യിക്കുന്നതിന് പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്. ആരെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറായി ചെറുപ്പക്കാര്. ഞാൻ ഈ ബുക്ക് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്താണ്, ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് അസാധാരണക്കാരനായി മാറാൻ ഏറ്റവും നല്ലൊരു മാർഗം 2 കാര്യങ്ങൾ പഠിക്കാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലൊന്ന് മാത്സ്, രണ്ടാമത് ഇംഗ്ലീഷാണ്. നമുക്കിത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി സാധ്യത കൂടുതലാണ്. തീർച്ചയായും നമുക്ക് ഏതൊരു സ്ഥാപനത്തിനും കണക്ക് എന്ന് പറയുന്നത് ആടെ കണക്ക് കൂട്ടാൻ ഒരാളുണ്ടാവും. ഏത് ഫീൽഡിലാണെങ്കിലും കണക്ക് അറിയാത്തവരാണെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് പുറത്ത് ഔട്ട്. കണക്ക് അറിയുന്നു, എനിക്ക് ഇംഗ്ലീഷ് അറിയാവോ മലയാളം അറിയാവോ എന്നൊന്നും നോക്കൂല. എനിക്ക് കണക്ക് ഇരുന്ന് കൂട്ടാൻ പറ്റുമോ, എനിക്ക് പറയുന്ന ശമ്പളം കിട്ടും. കാരണം ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടതാണ്. ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ നടുന്തൂണാണ്. നമ്മളിപ്പോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൻ അവിടുത്തെ അക്കൗണ്ടന്റാണ്. പക്ഷെ അവനാണ് ആ സ്ഥാപനത്തിൽ എത്ര രൂപ വരവ് വരുന്നുണ്ട്, എത്ര രൂപ ചെലവ് വരുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് ആ ഒരു അക്കൗണ്ടന്റ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ടത് ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റിനാണ്, അവിടുത്തെ മാനേജറാണ്. ഈ സ്ഥാപനത്തിന്റെ വരവ് ചെലവുകൾ കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ അക്കൗണ്ടന്റ് ആയിരിക്കും കൂടുതൽ. അപ്പൊ മാത്സ് എന്നുള്ളത് നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നതാണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സഹദേവൻ മാഷ് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. വീഡിയോന്റെ അകത്ത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ മാഷ നമ്പർ കാണിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.